ഞങ്ങൾ ഇനി ജെറ്റിൽ പറക്കാൻ പോവുകയാണ്. ഈ ഫ്ലൈറ്റിന് $1.5 മില്യൺ വില വരും. അത് മാത്രമല്ല $25,000 പ്രൈവറ്റ് ജെറ്റിലും ഞങ്ങൾ പറക്കാൻ പോകുന്നു. $10,000 ഫസ്റ്റ് ക്ലാസ് സീറ്റ്, ഒരു ബ്ലിംബ്, കൂടാതെ മറ്റു പലതുമുണ്ട് ഇതിൽ. എന്നാൽ ഈ ഗ്രഹത്തിലെ ഏറ്റവും ആഡംബരപൂർണ്ണമായ വിമാനങ്ങളിൽ പറക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ വിമാനത്തിൽ പറക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും പ്രയാസമാണ്. ഇതാ ഡോളർ. എനിക്ക് വളരെ പേടി തോന്നുന്നു. പേടിക്കാനൊന്നുമില്ലെന്നേ, ഞാനിതൊരു 6 തവണയെങ്കിലും ചെയ്തിട്ടുള്ള കാര്യം. നിങ്ങൾ ഇത് 6 തവണ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇതിന്റെ എഞ്ചിൻ പുൽത്തകയുടെ ശബ്ദം പോലെ തോന്നുന്നത്? ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പ്ലെയിൻ ടിക്കറ്റിൽ യാത്ര ചെയ്യാനുള്ള സമയം കിട്ടിയിരിക്കുന്നു. ഓ ബേബി, ഓ ബേബി, ഓ ഓ മൈ ഗോഡ്, ഓ നോ. ഞങ്ങൾ വളരെ വേഗത്തിൽ പോകുന്നു. ഇതിന്റെ ശബ്ദം സുരക്ഷിതമായി തോന്നുന്നില്ല. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചോ? നിങ്ങൾ എന്റെ ജീവന ശ്രദ്ധ കൊടുക്കണം. ഞാൻ ശ്രമിക്കാം. ഡിപ്സ് ചാനലിലുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് ലഭിച്ചു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ലാൻഡ് ചെയ്യാട്ടോ. ശിവനെ ഒന്ന് ഇറക്ക്. സൂക്ഷിച്ചു വേണം, അവനാണ് എനിക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾക്ക് വളരെ രസകരമായി തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും ചെറുതേറിയ വിമാന ടിക്കറ്റുകളുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാത്തിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് വിഷമിപ്പിക്കില്ലേ? ഓ മൈ ഗോഡ്, അവൻ വളരെ ദേഷ്യത്തിലാണ്. ഞാൻ ചെയ്യാൻ തയ്യാറായിക്കോ. ഞങ്ങളുടെ അടുത്ത വിമാനം $1,000 ഫസ്റ്റ് ക്ലാസ് വിമാന ടിക്കറ്റിന്റേതാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ എല്ലാ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും വാങ്ങി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്തിന്? കാരണം ഫസ്റ്റ് ക്ലാസ് അല്ലേ ബേബി, നല്ല ഡൈനിങ്. നമുക്ക് സ്വന്തമായി സീറ്റും ടിവിയും ഉണ്ട്. മാത്രമല്ല ഭക്ഷണം, ടോയ്ലറ്റുകൾ, പൈജാമകൾ, ബാഗ് എന്നിവയും ലഭിക്കും. ഇവയൊക്കെയാണ് ഇതിലുള്ളത്. ഇതിലും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ദൂരമേറിയ ഫ്ലൈറ്റുകളുടെ സമയത്ത് ചാരി കിടക്കുക. നമ്മളൊരു കട്ടിലിൽ ചാരി കിടക്കുന്ന പോലെ. ഞാനൊരു ശവപ്പെട്ടിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടം. ഇത് വളരെയധികം രസമാണ്. എല്ലാം നല്ലതിന് വേണ്ടി. ഇതാണ് $1,000 വിമാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ഭാഗം. എനിക്ക് നോളിനോട് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഗ്ലാസ് ഇങ്ങനെ നടക്കുവരുന്ന എനിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒറ്റക്കായതുപോലെ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കാത്തതാണ് ഒരേ ഒരു പോരായ്മ. ഇതിനെല്ലാം കൂടി നടക്കുന്ന ഒരു വീട് ചിത്രീകരിക്കുന്നത് ശരിക്കും ആലോചകമാണ്. എന്നാൽ 10 മടങ്ങ് വിലയുള്ള പ്ലെയിൻ ടിക്കറ്റ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ $10,000 പ്ലെയിൻ ടിക്കറ്റിലാണ്. ഇത് വളരെ നന്നായിരിക്കുന്നു. എനിക്കിവിടെ അൺലിമിറ്റഡ് ലെഗ് റൂം ഉണ്ട്. നോക്കൂ, നമുക്കിത് വിശകലനം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഒരു ടാബ്ലറ്റ്, ഒരു ഭീമൻ ടച്ച് സ്ക്രീൻ ടിവി, എന്റെ സ്വന്തം ഇൻസിഡ് ഡ്രിങ്ക് ബാർ, സ്നാക്സ്. ഇത് ഫീസിബിൾ ചോക്ലേറ്റ് അല്ല. എനിക്ക് റീഫണ്ട് വേണം. ഞങ്ങൾ വൈഫൈ കണക്ട് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളുടെ സീറ്റിനായിട്ട് ഞങ്ങൾ $10,000 നൽകിയിട്ടുണ്ട്. പക്ഷെ വൈഫൈ ഫ്രീ അല്ല, അതിന് പിന്നെ $20 നൽകണം. എന്നിട്ടും ഫ്രീ അല്ലേ ഇത്? ഞങ്ങൾ ഇപ്പോൾ പറന്നുയരുകയാണ്. സത്യത്തിൽ ഇതിന്റെ ടിവിയിൽ കാണാൻ കഴിയുന്നതിൽ വളരെ രസം തോന്നുന്നു. എന്നാൽ ഇത് 16 മണിക്കൂർ ഫ്ലൈറ്റ് ആണ്. ഇതിന്റെ ബാത്റൂം എത്ര മനോഹരമാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു സിങ്കും ടോയ്ലറ്റും പിന്നെ ഒരു ഷവറും ഉണ്ട്. അത് രസകരമാണ്. നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ 3000 അടി അന്തരീക്ഷത്തിലാണുള്ളത്. ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോവുകയാണ്. അതിലുപരി എനിക്കും എന്റെ കുട്ടികൾക്കും എത്ര രുചികരമായ ഭക്ഷണം വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അത് മാത്രമല്ല, ഏറ്റവും നല്ലത് ഞങ്ങൾ എടുത്തു വെച്ച അവസാനമാണ്. എങ്ങനെ പോകുന്നു? വിമാനത്തിന്റെ പുറകിൽ ഒരു സ്വകാര്യ ലോഞ്ച് ഉണ്ട്. ജിമ്മി പറഞ്ഞോ. നീ സ്വപ്നം കാണുമല്ല. അതായിരുന്നു $10,000 പ്ലെയിൻ ടിക്കറ്റ്. മുകളിലും താഴെയും ക്യാമറയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേജിലുള്ള $25,000 വിമാന ടിക്കറ്റിലാണ്. അത് വളരെയധികം ശരിയാണ്. ഇവിടെ നിലകളുണ്ട്. ഇത് സീനാണ് ബ്രോ. ഇത് നല്ല രസമാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ ഇരിക്കും. ഓ മൈ ഗോഡ്. ഇതാണ് ഞങ്ങളുടെ മുറി. $25,000 നിങ്ങൾക്ക് വലിയ 2 റൂമുകൾ ലഭിക്കും. ഓ, ഇത് നല്ല രസമുണ്ടല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഇതിലെ ഞങ്ങളുടെ സ്ഥലം അവസാനത്തതിനേക്കാൾ 4 ഇരട്ടി വലുതാണ്. ജമ്പിംഗ് ജാക്കുകൾ സുഗമമായി ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നോക്കി. ഞങ്ങൾക്ക് 2 കസേരകളും 1 ടൺ ടിവിയും ലഭിച്ചു. ഞങ്ങൾ സഞ്ചരിച്ച മറ്റെല്ലാ വിമാനങ്ങളിലും ഉള്ളതിൽ കൂടുതൽ ടിവികൾ ഈ മുറിയിലുണ്ടായിരുന്നു. ഭക്ഷണം വിളമ്പുന്നത് ഒരു സ്വകാര്യ ഫ്ലൈറ്റ് അറ്റൻഡ് ആണ്. എന്തുകൊണ്ടാണ് ഒരു നിശ്ചിത വിലയ്ക്ക് ശേഷവും ഇപ്പോഴും നിങ്ങൾ കാമ്പി തരുന്നത്? ഒപ്പം ഒരു കുളിമുറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബാത്റൂം എന്നെ ശരിക്കും നിരാശപ്പെടുത്തി. ഒരു ഷവർ ഇല്ല, ഹീറ്റഡ് ഫ്ലോർസ് ഇല്ല, പോരാത്തതിന് പകുതി സൈസും. എന്റെ അഭിപ്രായത്തിൽ ഇതിലും നല്ലത് $10,000 ഫ്ലൈറ്റ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വിമാനത്തിന് നിങ്ങൾ ഇത്രയും പണം നൽകുമോ? ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാനൊരു കാർ റെക്കമെൻഡ് ചെയ്യും. പകരം ഒരു കാർ വാങ്ങുക. ഇപ്പോൾ മുറിയുടെ മികച്ച ഭാഗം ഇതാണ്. ഇതൊരു ക്യൂൻ സൈസ് കിടക്കയാണ്. ഓ, എന്തുകൊണ്ട് എല്ലാ സീറ്റുകളും ബെഡാക്കാത്തത്? കുട്ടികൾക്ക് പകരം 3 ബെഡുള്ള ഒരു ബെഡ് സൈഡിലിട്ടാലും മതി. Año, ahí está.